നമസ്കാരം. നമ്മുടെ ശ്രീലേഖ അക്കൻ ഉണ്ടല്ലോ, ഏതക്കൻ? ശാസ്തമംഗലത്ത് മത്സരിക്കുന്ന സംഘികളുടെ സ്വന്തം ശ്രീലേഖ അക്കൻ അഥവാ DGP അക്കൻ. അക്കൻ ശാസ്തമംഗലത്ത് മത്സരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്രീലേഖ IPS എന്നുള്ള തൻ്റെ മുൻ പദവി, അതായത് റിട്ടയർ ആയി കഴിഞ്ഞാലും ഇപ്പോൾ മാനസികമായിട്ട് ഞാൻ IPS കാരിയാണ്, ആ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആ പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങോട്ട് വിളിച്ച ഒരു പരാതി കിട്ടിയപ്പോൾ ഒരെണ്ണം കരണക്കുറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ആ IPS എന്ന് വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എടുത്ത് മര്യാദയ്ക്ക് മാറ്റിക്കൊള്ളാനായിട്ട് ആര് പറഞ്ഞു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. അതായത് ഔദ്യോഗിക പദവികളൊന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ജനങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും, മന്ത്രിമാർ അല്ലെങ്കിൽ MLA മാർ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തേക്ക് വരുമ്പോൾ അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ കൊണ്ടുവരാറില്ല. അപ്പോൾ മുഖ്യ CM ആണെങ്കിൽ 1-ാം നമ്പർ കാറിൽ വരാറില്ല, അദ്ദേഹം ഏതെങ്കിലും സ്വകാര്യ കാറിലായിരിക്കും വരുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം. കാര്യം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യരുത്, വോട്ട് സ്വാധീനിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്ത് പദവിയാണോ വഹിക്കുന്നത് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ വോട്ട് ചോദിക്കാൻ പാടില്ല. അവരെ ഇൻഡിവിജ്വലായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ആ ചട്ടപ്രകാരം പറയുന്നത്. മറ്റത് മുഖ്യമന്ത്രി വന്ന് എനിക്ക് വോട്ട് തരണമെന്ന് പറയുന്ന ആ സ്വാധീനം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ബ്രാക്കറ്റിൽ മുഖ്യമന്ത്രി എന്ന് അടിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും, അല്ലെങ്കിൽ CM എന്ന് അടിച്ചു വെച്ചാൽ എങ്ങനെയിരിക്കും? അത്രയേ ഉള്ളൂ. ഈ IPS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂ, IPS കാരിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. കാര്യം IPS ഏൽപ്പിച്ചത് തന്നെ ഈ നാടിന് വലിയ ശല്യമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. IPS എന്ന് റിട്ടയർ ആയതിനു ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ വരെ ന്യായീകരിച്ച മഹതിയാണ്. പിന്നീട് ഇന്നലകളിൽ അവർ ആ പദവി ഇരുന്ന സമയത്ത് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ബാലപീഡനം നടക്കുന്നു എന്നാണ് അവിടത്തെ കുത്തിയോട്ടത്തെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ അവർ ആചാര ലംഘനത്തിനെതിരല്ല, അങ്ങനെ സംഘികൾ കൊണ്ടുവന്നിട്ട് ഈ ശാസ്തമംഗലത്ത് നിർത്തിയിട്ട് ഞങ്ങളുടെ പുതിയ IPS, പെൺ IPS, ഒരു പുരുഷ IPSനെ തൃശ്ശൂർ ഇറക്കിയിരിക്കുന്ന കെടുതി നാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒന്നിനെ വളരെ ടിപ് ടോപ്പായിട്ടൊക്കെ വേഷം ചെയ്യിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിയണം. ഇപ്പോൾ തൃശ്ശൂർ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും ആ കിളിപോയ സ്വഭാവം കാണുന്നില്ലേ, അതിൻ്റെ പെൺ വേർഷനാണ്. ആ പെൺ വേർഷനായിട്ടുള്ള വ്യക്തിയെ IPS എന്നൊക്കെ കാണിച്ച് നമ്മുടെ മുന്നിൽ വിനയാന്യതയായി ക്യാമറ ഷൂട്ടുകളിലൂടെ എന്തോ സംഭവമായി അവതരിപ്പിക്കുകയാണ്. ഇതുവരെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഗുണവും, അതായത് അധികാര പദവിയിൽ ഇരുന്ന സമയത്ത് 10 പൈസയുടെ ഗുണം ഒരു സാധാരണക്കാരന് വഴിയിൽ ഇറങ്ങി നിന്ന് ചെയ്തു കൊടുക്കാത്ത മഹതിയാണ്. ആ മഹതിയെ ഇപ്പോൾ തലസ്ഥാന നഗരസഭയുടെ ഭരണം പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഈ കോപ്രായങ്ങൾ, അതിന് IPS എന്ന പേര് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ആം ആദ്മി പാർട്ടി, ഇനിയിപ്പോൾ പറഞ്ഞുകളായിരുന്നു ഇടതുപക്ഷക്കാർ ആരെങ്കിലും അല്ലെങ്കിൽ CPM-കാർ ഈ മത്സരത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് പേടിയുള്ളത് കൊണ്ട് ചെന്ന് പരാതി കൊടുത്തു എന്ന്. ആരും അതിനെതിരെ പരാതി കൊടുക്കാൻ പോയില്ല. അതിൽ ആം ആദ്മി പാർട്ടിക്കാർ പോയി കൊടുത്ത പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചപ്പോൾ സ്വാഭാവികമായി നാട് നീളെ IPS എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. റിട്ടയർ ഒന്നുമല്ല, IPS എന്നാണ്. ഈ റിട്ടയർമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പദവി അസാധുവാണ്, അതെടുത്ത് പൊക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിക്കുക, ഇവിടുത്തെ മന്ത്രിമാരായിട്ടുള്ളവർ 5 വർഷ കാലാവധി കഴിഞ്ഞാൽ എക്സ് മിനിസ്റ്റർ എന്ന് വണ്ടികളിൽ എഴുതി വെച്ചുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും? അല്ലെങ്കിൽ പേരിനൊപ്പം എക്സ് മിനിസ്റ്റർ എന്ന് അടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. IPS എന്ന് പറഞ്ഞാൽ നിലവിൽ വർക്കിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം പദവികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു ഉഡായിപ്പിനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യോടെ പിടിച്ച് ചെവി നുള്ളിയെടുത്ത് പുറത്തെറിഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു തന്ത്രം അവിടെ പാളിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ തരികിട മൈൻഡുള്ളവർ വരുന്നത്. IPS എന്ന് പറയുന്നത്, IPS ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവന്റെയും പട്ടിണി മാറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചിലർക്കൊരു പദവിയാണ്, ആ പദവിയിലിരുന്ന് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. DGP ആയിരുന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും സാധാരണക്കാരന്റെ ഓർമ്മയിൽ ഈ IPS പദവിയിലിരുന്ന അമ്മച്ചി ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ഈ പരിവാരങ്ങളുടെ കീഴിൽ കൂടി നടന്ന് ഷോ ഓഫ് മാൻ ആയിട്ട് അല്ലെങ്കിൽ ഭരചന്ദ്രൻ IPS ആയിട്ട് സ്ക്രീനിൽ ജീവിച്ച ആൾ യഥാർത്ഥ ജീവിതത്തിൽ ഒരു IPS കാരെയായിട്ട് സ്വന്തം വീട്ടിൽ പോലീസുകാരെ വരെ അടിമപ്പണി ചെയ്യിച്ചിരുന്ന മഹതി ഈ നാട്ടിൽ സാധാരണക്കാരെ സേവിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതിൽ IPS കൂടി വയ്ക്കുമ്പോൾ അവരുടെ മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരമാണ്. അതിനോടൊപ്പം തന്നെ അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സകല പോസ്റ്റുകളിൽ നിന്ന് നീക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആകെ BJP പെട്ട അവസ്ഥയിലാണ്. സകലമാന പോസ്റ്ററുകളിലും ഇനിയിപ്പോൾ എന്താക്കണം, ഈ IPS എന്ന പേര് മാറ്റിയിട്ട് ശ്രീലേഖ എന്നാക്കേണ്ടി വരും. വെറും ശ്രീലേഖ, അത്രയേ ഉള്ളൂ. സാധാരണക്കാരനെ സേവിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ മറ്റേ DGP ആണ്, ഞാൻ IPS ഒന്നുമല്ല, ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന നിലയിലേക്ക് വേണം ചെന്ന് വോട്ട് ചോദിക്കാൻ എന്നുള്ള ശക്തമായ നിർദ്ദേശം പുറത്തേക്ക് വരുമ്പോൾ BJP-ക്കാർക്കേറ്റ കരണം പുകയ്ക്കുന്ന അടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടിയതെന്ന് പറയേണ്ടി വരികയാണ്.